സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. തികച്ചും വ്യത്യസ്ത രുചിയിലൊരു സ്പെഷ്യൽ മീൻ ഫ്രൈ റെസിപ്പിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ചെമ്പല്ലി, ഉണ്ണിമേരി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മീനാണ് ഇതിനായി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനു പകരം മറ്റേത് മീനിലും ഇതുണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ഈ മീൻ ഫ്രൈ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് വെച്ചാണ്. 4 മീൻ ഏകദേശം 3/4 കിലോ മീനിനുള്ള മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിനാദ്യം ഒരു ബൗളിൽ 10 വറ്റൽമുളക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് നല്ല ചൂടുവെള്ളം 1 കപ്പ് ഒഴിച്ച് 20 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക. കാശ്മീരി മുളകാണ് എടുക്കുന്നതെങ്കിൽ 15 എണ്ണ എടുക്കണം. കാരണം കാശ്മീരി മുളകിന് എരിവ് കുറവായിരിക്കും, മസാലയ്ക്ക് നല്ല റെഡ് കളർ കിട്ടുകയും ചെയ്യും. ഇനി അടുത്തതായി ഇതിന് വേണ്ട മസാലകൾ എന്തെല്ലാമെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, കറിവേപ്പില, നാരങ്ങ, ചെറിയ ഉള്ളി, കുറച്ച് മല്ലിയില, വെളുത്തുള്ളി, ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി എന്നിവയാണ് ഇതിന് വേണ്ടത്. 20 മിനിറ്റിന് ശേഷം വറ്റൽമുളക് നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് അമ്മിയിൽ അരച്ചെടുക്കാം. ആദ്യം വറ്റൽമുളകും 1 സ്പൂൺ കല്ലുപ്പും ചേർത്ത് അരയ്ക്കാം. എന്നാലേ വറ്റൽമുളക് നന്നായി അരയുകയുള്ളൂ. ഉപ്പ് ചേർത്ത് അരയ്ക്കുമ്പോൾ വറ്റൽമുളക് പെട്ടെന്ന് അരഞ്ഞു കിട്ടും. എരിവെല്ലാം അവരവരുടെ കുടുംബാംഗങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി 5 വെളുത്തുള്ളി ചേർത്ത് അരയ്ക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില, കറിവേപ്പില, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 തുണ്ട് ഇഞ്ചി, 8 ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് അരയ്ക്കുക. ഉള്ളി കൂടുതൽ ചേർത്താൽ മീൻ വറക്കുമ്പോൾ മീൻ പൊട്ടിപ്പോകും. അതുകൊണ്ട് ചെറിയ ഉള്ളി സ്വാദിന് വളരെ കുറച്ച് ചേർത്താൽ മതി. ഈ മസാല നിങ്ങൾക്ക് മിക്സിയിലും അരയ്ക്കാം. പക്ഷേ കല്ലിൽ അരയ്ക്കുമ്പോഴാണ് ഇതിന് സ്വാദ്. മിക്സിയിൽ ഏകദേശം കല്ലിൽ അരച്ചതിൻ്റെ സ്വാദ് കിട്ടണമെങ്കിൽ ഒരു സൂത്രം പറഞ്ഞു തരാം. മിക്സിയിൽ പൾസിലിട്ട് നിർത്തി അരച്ചെടുക്കുക. അരച്ച മസാലയിലേക്ക് ഇനി അരമുറി നാരങ്ങ പിഴിഞ്ഞ് കുരുവില്ലാതെ ചേർത്ത് യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ സ്പെഷ്യൽ മീൻ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് വൃത്തിയാക്കിയ ചെമ്പല്ലിയിലേക്ക് തേച്ച് പിടിപ്പിക്കാം. മീൻ വൃത്തിയാക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് ഉരച്ച് കഴുകിയെടുത്താൽ ഉളുമ്പ് മണം ഉണ്ടാവില്ല. മസാല നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും വയ്ക്കുക. മീൻ പൊരിച്ചത് ചൂടോടെ ഇലയിൽ സെർവ് ചെയ്യുമ്പോൾ വാഴയിലയുടെ സ്വാദ് കൂടി കിട്ടും. അതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഇല ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മീനിൽ മസാലയെല്ലാം നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് വറുത്തെടുക്കാം. ഞാൻ കുറച്ച് എണ്ണയൊഴിച്ച് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നോൺ സ്റ്റിക്ക് പാനിലോ കട്ടിയുള്ള ദോശക്കല്ലിലോ കുറച്ച് എണ്ണയൊഴിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം മീൻ മെല്ലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ മീൻ വറുത്തെടുത്താൽ മണവും സ്വാദും ഒന്നുകൂടി ഇരട്ടിക്കും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണയേക്കാൾ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതാണ് സ്വാദ്. ഞാൻ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. ഗ്യാസ് ഹൈയിൽ വെക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ട് മീൻ പൊരിച്ചെടുക്കുക. 2 സൈഡും മറിച്ചിട്ട് നല്ലപോലെ മൊരിയിച്ചെടുക്കണം. എണ്ണ ഒരുവിധം ചൂടായ ശേഷം മാത്രം മീനിടുക. അതിനുശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് വെക്കുക. എന്നാലേ മീനിൻ്റെ ഉള്ള് നല്ലപോലെ വെന്ത് വരികയുള്ളൂ. അതുപോലെ മീൻ എണ്ണയിലിട്ടതും മറിച്ചിടരുത്, പൊട്ടിപ്പോവും. ഏകദേശം 2 മിനിറ്റിന് ശേഷം മാത്രം മറിച്ചിടുക. ഇതെല്ലാം ബിഗിനേഴ്സിന് വേണ്ടിയാണ് പറയുന്നത്. 1 തണ്ട് കറിവേപ്പില കൂടി മീനിൻ്റെ കൂടെ എണ്ണയിലിട്ട് വറുത്തു കോരാം. നല്ല ടേസ്റ്റി മീൻ ഫ്രൈ റെഡി. നല്ല ചൂട് ചോറിൽ 1 സ്പൂൺ നെയ്യൊഴിച്ച് കുഴച്ച് ഈ മീൻ ഫ്രൈയും കൂട്ടി കഴിച്ചു നോക്കൂ. അല്ലെങ്കിൽ നല്ല സാമ്പാറോ രസമോ മാമ്പഴ പുളിശ്ശേരിയോ കൂട്ടി കഴിക്കാം. അതുപോലെ പാലക്കാടൻ മുളക് വറുത്ത് പുളിയും മീനും നല്ലൊരു കോംബോവാണ്. അത് കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ സ്വാദ്. അപ്പോൾ നമ്മുടെ വളരെ സ്വാദുള്ള മീൻ ഫ്രൈ റെഡി. ഇനി ഇത് നമ്മൾക്ക് സെർവ് ചെയ്യാം. കുറച്ച് സവാളയും 1/2 മുറി നാരങ്ങയും കൊണ്ട് ഒന്ന് അലങ്കരിക്കാം. വളരെ സ്വാദുള്ള ഈ സിമ്പിൾ മീൻ ഫ്രൈ റെസിപ്പി എല്ലാ മീൻ പ്രിയർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാവരും ഇതുണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം പറയണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം.
താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.